ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ദാണ്ട് രാവിലെ നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ദാണ്ട് ഒരു നിഞ്ച ദാണ്ട് റോട്ടിൽ കിടക്കുന്നത് വെറുതെ. ഇതെന്ത് ഏതാ? അയ്യോ ദാണ്ട് പോലീസ്. അയ്യോ ഇതെൻ്റെ ബൈക്കല്ല, അല്ല അത്. അയ്യോ എൻ്റെ പൊന്നു സാറേ, എന്നെ ഒന്നും ചെയ്യില്ല, ഞാനൊരു പാവാണ്. അയ്യോ എന്റെ പൊന്നുപോനെ, ഞങ്ങള് നിന്നെ പിടിക്കാനല്ല വന്നിട്ടുള്ളത്, ഒരു കാര്യം പറയണം. അയ്യോ സാറേ, കാര്യമൊക്കെ എന്തും ആയിക്കോട്ടെ, നിങ്ങൾ എന്തും ചെയ്തോ, എന്നെ മാത്രം ഇവിടെ നിന്ന് വിടണം. ഓക്കെ, നിന്നെ വിടണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ കാണുന്ന എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്താൽ മാത്രമേ നിന്നെ വിടത്തുള്ളൂ. അപ്പോൾ ഗൈസ് താൻ്റെ സാറ് പറഞ്ഞ പോലെ നിങ്ങളെല്ലാം ചെയ്യും, ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യും, എന്നാൽ മാത്രമേ എന്നെ സാറ് ഇവിടുന്ന് വിടൂ. ഗൈസ് അങ്ങനെ രക്ഷപ്പെട്ടു കേട്ടാ. അയ്യോ സാർ എന്താന്നാലും പറഞ്ഞു. അയ്യോ ഗൈസ്, സാർ പറഞ്ഞത് എൻ്റെ വീടും അതേപോലെ തന്നെ അവരെ പോലീസ് സ്റ്റേഷന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനാണ്. പക്ഷെ എൻ്റെ വീട് ഇവിടെ അല്ല സെറ്റാക്കുന്നത്, വേറെ എവിടെ നിന്നാണ് പറഞ്ഞത് ഗൈസ്. അവർ ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞ് ഗൈസ് ആകെപ്പെട്ട്. ഞാൻ അവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്, സാറ് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓക്കെ പറയുന്നത്. അതേ മോനെ, നീ നിന്റെ വീട് നിൽക്കുന്നിടത്തുനിന്ന് ചെറുതായിട്ടൊന്ന് വേറെ സ്ഥലത്തേക്ക് മാറണം. അയ്യോ സാറേ, നിങ്ങൾ എന്ത് വേണേലും ചെയ്തു, എന്നെ മാത്രം ഒന്നും ചെയ്യരുത്. ഗൈസ് ഇതാണ് ഞാൻ അവിടെ പറഞ്ഞത്, ഇതെനിക്ക് ആലോചിച്ചപ്പോഴാണ് കിട്ടിയത് കേട്ടോ. സാറേ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസം. മോനെ, നീ വീട് മാറ്റണ്ടെന്നല്ലേ? നീ ഒന്നും ചെയ്യണ്ട, നീ അവിടെ ഒപ്പിട്ടതായിട്ട് നിനക്ക് ഓർമ്മയുണ്ടോ? ഒപ്പോ? അതെ, ഒപ്പ് തന്നെ. നീ നിന്റെ വീട് അവിടുന്ന് മാറ്റണമെന്നില്ല. സാറേ എങ്കിൽ എൻ്റെ അടുത്തൊരു ഐഡിയ ഉണ്ട് ഗൈസ്. ഐഡിയ എന്താന്ന് വെച്ചാൽ, എൻ്റെ വീട് നിൽക്കുന്നിടത്ത് ഞാൻ ജസ്റ്റ് ഈ ഒരു പോലീസ് സ്റ്റേഷൻ പോലെ ആക്കാൻ പോവുകയാണ്. അപ്പോൾ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, മുകൾ ഭാഗം എൻ്റേതും താഴ്ഭാഗം പോലീസ് സ്റ്റേഷനും. അതായത് ബാക്ക് സൈഡിൽ കൂടെ എനിക്ക് ഇറങ്ങാൻ പറ്റും, അതായത് എനിക്ക് താഴേക്കും ഇറങ്ങാം മുകളിലേക്കും പോകാം. അപ്പോൾ ഈ ഒരു സെറ്റപ്പാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ്ട് നമുക്ക് കുറച്ച് ക്യാഷൊക്കെ അവർ തന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ മൈൻഡ് ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് ചാഞ്ച് അടിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഞാനത് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ അതിനുവേണ്ടി ഞാനും കുറച്ച് എൻ്റെ സൈറ്റിലെ കുറച്ച് ചെക്കന്മാരും കൂടിയിട്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. നമ്മുടെ സൈറ്റിലത്തെ ലോറിയാണ് ഇതൊക്കെ, JCB ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ലോറി ഇതല്ല, ആ കാണുന്ന ലോറിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കേട്ടോ. അതായത് വേറെ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന ലോറിയാണിത്. ഈ കാണുന്ന JCBയും നമ്മുടെ വേറെ നാട്ടിലത്തെയാണ്, ഈ ലോറി നമ്മുടെ വേറെ നാട്ടിലത്തെയാണ്. പക്ഷെ JCB ഇതേപോലത്തെ മൂന്നാളിലും ഈ സിറ്റിയിലുണ്ട്. ഈ ലോറി വേറെ നാട്ടിൽ നിന്ന് നമ്മൾ സൈറ്റിലേക്ക് വേണ്ട സാധനങ്ങൾ കൊടുന്ന ഒരു വണ്ടിയാണ് അത് കേട്ടോ. സൈറ്റിൻ്റെ ഈ സൈഡ് നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വലിയ ബിൽഡിംഗ് ആവാം, ഇത് നമ്മളല്ല ഇതിൻ്റെ പണി നടത്തുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ സാധനങ്ങൾ വേണ്ടതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ലോറിയിലാണ് പോകുന്നത്, ലോറിയല്ല നമ്മുടെ ട്രക്കിലാണ് പോകുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജുറാസിക് പാർക്കിൽ പോയിട്ട് ചെറിയൊരു പണിയുണ്ട്. ഞാൻ അകത്ത് എത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അത്. അപ്പോൾ ഗൈസ് ഇതിനകത്ത് എന്തായാലും ഞാൻ ഇപ്പം തന്നെ പറഞ്ഞുതരാം, ഇനി അകത്തെത്തിയിട്ട് പറയണ്ട ഗൈസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കുറച്ച് ഭാഗത്ത് നമ്മൾ മണലിട്ടായിരുന്നു. അപ്പോൾ ആ മണൽ ഇനി എൻ്റെ വീട് പണിക്ക് ആവശ്യമുള്ളത് ഞാൻ കൊണ്ടുപോവുകയാണ്. വീട് പണിക്ക് ആവശ്യമുള്ളത് നമ്മൾ ഇവിടുന്ന് കോരിക്കൊണ്ടുപോവുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ ഈ സാധനം എടുത്തത്. JCB ആയിട്ട് വരാൻ എനിക്ക് കഴിയില്ല കേട്ടോ, അതുകൊണ്ടാണ് നമ്മുടെ വണ്ടിയുടെ ഡോറ് ചാടിപ്പോയി. കുഴപ്പമില്ല, ഡോറില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിനെ നാട്ടിൽ കൊണ്ടുപോകുമ്പോൾ അവർ റെഡിയാക്കി കൊണ്ടുപോകും ഗൈസ്. എന്തിനു നമ്മൾ ഇതിന്മേൽ ചിലവഴിക്കണം? കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പണിയുണ്ട്. ഇവിടെ വന്നിട്ടാണ് നമ്മുടെ പണി. ഇവിടെ ഈ ലോഡ് ഇവിടെയാണ് ഞാൻ കൊട്ടുന്നത്. ലോഡ് ഞാനിവിടെ കൊട്ടുന്നില്ല, നമുക്കൊന്ന് ആലോചിക്കല്ല, നമുക്കൊന്ന് സെറ്റാക്കണം. ആദ്യം നമ്മൾ ഡയറക്റ്റ് പോയിട്ട് അങ്ങോട്ട് കൊട്ടുന്നില്ല ഗൈസ്. ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില ഭാഗം നമ്മളങ്ങോട്ട് മോഡിഫിക്കേഷൻ ചെയ്യുകയാണ്. അതെ, ബ്ലൂ പെയിൻറ്റ് നമ്മൾ ഓർഡർ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഇതാണ്ട് വീട്ടിലത്തെ ഓരോ സാധനങ്ങളും നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി കൊണ്ടുപോവുകയാണ്, നമ്മൾ പെയിൻ്റ് അടി നിർത്തുകയാണ്. അപ്പോൾ ഇനി പെയിൻ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിനി അവിടെ ഇതിൽ നിന്ന് സാധനങ്ങളൊന്നും ഇറക്കുന്നില്ല, ഇത് നേരെ ഇവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിടുകയാണ് നമ്മൾ ഈ ഒരു വണ്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി എന്ന് പറഞ്ഞാൽ. മഴ കൊള്ളാത്തോടത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇവിടെ ഒന്ന് നമുക്കൊന്ന് കോപ്പി ചെയ്യാണ്ട്, കോപ്പി മീൻസ് ഇവിടെ ഒന്ന് നോക്കാണ്ട് ഇവിടുത്തെ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് സെറ്റ് ആക്കേണ്ടതെന്നൊന്ന് നോക്കണം. ഈ പോലീസ് സ്റ്റേഷൻ്റെ
ഉൾഭാഗം അതുപോലെ ആകണം ഗൈസ്. അതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. നമ്മളെ പണി തുടങ്ങുകയാണ് ഗൈസ്. അപ്പോൾ 2 പേര് ഇന്ന് ലീവായിട്ടുണ്ട്. അപ്പോൾ പെയിൻ്റ് അടിക്കാൻ ഞാൻ തന്നെയാണ് ഒറ്റയ്ക്കുള്ളത്. നമ്മുടെ മണലും കാര്യങ്ങളൊക്കെ കൊട്ടി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് പെയിൻറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റേത് റെഡാണ് ഗൈസ്. റെഡും അതേപോലെ തന്നെ ബ്ലൂ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്നൊന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മളെ പണി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ മോനെ ഗൈസ്, സെറ്റ് കേട്ടാ. ഇതിപ്പോൾ എൻ്റെ വീടാണെന്ന് എനിക്ക് പോലും തോന്നുന്നില്ല. പോലീസ് സ്റ്റേഷൻ ആയിട്ടുണ്ട് ഇപ്പോൾ. ആ പോലീസ് സ്റ്റേഷനെക്കാട്ടിലും രസം ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷനാണ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ യെല്ലോ ഹാർട്ട് കമൻറ്റ് ചെയ്യുക. പഴയതാണ് ഇഷ്ടമെങ്കിൽ ഗ്രീൻ ഹാർട്ട് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ്, ഈ സിറ്റിയിലെ മന്ത്രിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ഥലം കണ്ടിട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ട എനിക്ക് എന്തായാലും നമ്മുടെ സൈറ്റിലെ ജോലിയിൽ നിന്ന് നമുക്ക് സെറ്റപ്പ് ആയിട്ടുള്ളൊരു ജോലി കിട്ടും ഗൈസ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉൾവശം. അവിടെ അവരെന്തോ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. നമ്മൾ ക്യാമറയും കാര്യങ്ങളും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഡബ്ബിയാണ്, അത് ഒറിജിനൽ അല്ല. ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ്. അപ്പോൾ മുകൾ ഭാഗം ഇനി നമുക്ക് സെറ്റാക്കാനുണ്ട്. ഇവിടുത്തെ ജിമ്മും കാര്യങ്ങളൊക്കെ പോയി ഗൈസ്. എനിക്ക് സങ്കടമൊന്നുമില്ല, പക്ഷെ ചെറിയൊരു വിഷമം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുള്ള ബെല്ലൈക്കണൊന്ന് എനേബിൾ കൊണ്ടും ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വന്നേക്കും. ബൈ.